ഹലോ ഗൈസ്, എൻ്റെ പേര് അനുജിത്ത് ഗൈസ്. എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എൻ്റെ വീട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും, പിന്നെ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ടോർക്ക് ഹാക്കർ ഫിഷിങ്ങിന് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഫിഷിങ്ങിന് പോകണമെങ്കിൽ നമ്മുടെ കയ്യിൽ അതിൻ്റെ വടി കൊട്ടയൊന്നുമില്ല. അപ്പോൾ അതാദ്യം പോയി വാങ്ങണം. പിന്നെ പൂമലയ്ക്ക് പോകണം. അതിനിടയ്ക്ക് എനിക്ക് ഉച്ചയ്ക്ക് വേറൊരു പരിപാടി ഉണ്ട്, അതിന് പോകണം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് പരിപാടികളാണ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ 157 വ്യൂവേഴ്സും 57 ലൈക്കും കിട്ടി. അപ്പോൾ ലൈക്ക് ചെയ്ത കണ്ട എല്ലാവർക്കും താങ്ക്സ്. ഇനി നമ്മൾ വെറൈറ്റി കണ്ടൻറ്റൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം, മാക്സിമം നമുക്ക് പറ്റണ പോലെ. പിന്നെ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യണത്, യൂട്യൂബിൽ വീഡിയോ ഇടുക, ക്യാമറ നോക്കി സംസാരിക്കുക. അപ്പോൾ അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതൊക്കെ മെല്ലെ മെല്ലെ എനിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. എവിടേക്കാ മീൻ പിടിക്കേ? ചൂണ്ടാൻ. ഇതാണ് നമ്മുടെ സ്വന്തം രഞ്ജിത്ത് സിയ. ഒക്കെ ഇങ്ങോട്ട് കാണിക്കടാ. പോക്സോ 100-300 രൂപ വരും. എന്താക്കുവോ? മണ്ണിര അല്ലടാ, മറ്റേ സാധനം, എരയുടെ വേറെ പ്ലാസ്റ്റിക്. എര മണ്ണിര, ഇത് ഈര. നമ്മൾ കടയിലേക്ക് പോവാ. കടയിലേക്ക് സീവാക്ക് നമ്മൾ എന്തെടുക്കാനൊക്കെ പോണേ? കല്ലിഞ്ചനാ നമ്മുടെ സീവാക്ക് കട. നമ്മുടെ ആശാന് നമ്മൾ ഭയങ്കര വിശ്വാസമായതുകൊണ്ട് താക്കോലൊക്കെ തന്നുവിടും. അതെ, കട തുറന്ന് നമ്മൾ മോട്ടിക്ക. നീ ഒന്ന് പോയി എവിടുന്ന? അവന് പെണ്ണിന് മെസ്സേജ് അയക്കാണ്ട് പോക്സോ വെക്കൂ. അത് ഞാൻ പറഞ്ഞു ആദ്യം തന്നെ വീഡിയോയിൽ ഞാനത് മെൻഷൻ ചെയ്തതാണ് ഗൈസ്. അക്കു പോക്സോയാണ്. ഇത് വാങ്ങാൻ വേണ്ടി വന്നതാണ്. നമ്പറാ? ആരുടെ നമ്പർ? നമ്മളൊരു ഈരാന്നല്ലേ അതിനെ പറയാ? ഈരല്ലേ? ഈരയും തീറ്റയും കൊളുത്തായിട്ടുള്ള സാധനം മേടിച്ചിട്ട് ഗൈസ് ഇനി നമ്മൾ ചൂണ്ടയിടാൻ പോവുകയാണ്. കടപൂട്ടി താക്കോലുമായി ഞങ്ങളപ്പോൾ തിരിച്ച് വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഡാമിലേക്ക് നമ്മൾ ചൂണ്ട ശരിയാക്കുകയാണ് ഗായ്സ്. പോക്സോ അതങ്ങനെ ഇരിക്കും. അതൊക്കെ നമ്മുടെ ടോർക്കണ്ട, ചത്ത് പണിയെടുക്കും നമ്മുടെ ക്രൂസപ്പൻ. തിന്നാളല്ല, പൊക്കോ തിന്നാളാന്ന് ചേർന്നതാ. അത് എന്നിട്ട് ലാസ്റ്റ് ഇട്ടാ മതി. അപ്പൊ നമ്മൾ ഡാമിലേക്ക് പോവുകയാണ്. ഡാമിലേക്ക് ഇന്നോടെ വെച്ചോ. വിശക്കുണ്ട്, ഒന്നും കഴിച്ചിട്ടില്ല. ഇന്നേക്കൊരു പൊടി എല്ലാരും വാങ്ങ. എന്താണ് എന്തിനത്? ഗായ്സ്, ഇതാണ് നിങ്ങൾ കാണാത്ത മറ്റൊരു പൂമലയുടെ വശം. എന്താക്കുവാ? ഞങ്ങള് മീൻ പിടിക്കാനായിട്ട് ഞങ്ങളുടെ സാമഗ്രികൾ കൊണ്ട് പോവാ. പിന്നെ ഒരു ബോണ്ട, ഒരു സമൂസ അല്ല ഉഴുന്നുവട, ഇതൊക്കെ ഞങ്ങൾക്ക് തിന്നാനാണ്. പകുതി മീൻ നോക്കി. ഞങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോഡാക്കളാ ഞങ്ങള്. അതെ, ഞങ്ങള് ഭയങ്കര പ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലാ. മീൻ പിടിക്കാൻ ആർക്കും അറിയില്ല. അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. 100 രൂപ ഉള്ളു ബോട്ടിങ്ങിന്. ഡാമിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും അപകടകരവും കുറ്റകരവുമാണ്. കൊളക്കോഴിയാ. പ്രഭാത ഭക്ഷണാട്ടം ഇന്നത്തെ ഞങ്ങളുടെ. എന്താ അക്കു തിന്നൂല്ലേ? ദോശ തിന്നില്ലേ? പണിയെടുക്കണ്ടേ? അവൻ പണിയെടുക്കില്ല, പണിയെടുപ്പിക്കുള്ളൂ. എന്നിട്ട് അവൻ തിന്നു ദോശ.
നല്ല അടിപൊളി സ്ഥലം ഞങ്ങള് ചൂണ്ടിടാൻ വന്നത് കേട്ടാ. അപ്പൊ അത് കാരണം നമ്മള് തിരിച്ചു പോവാ പത്താഴ കൊണ്ട്. അതെ അവിടെ കണ്ടു അത് കണ്ടു. ഇനി എന്താ ചെയ്യാ? ഇനി ഒന്നും ചെയ്യാല്ല, അത് നോക്കിയിരുന്നോ? അത് വേറെ കാര്യം. കൊത്തണൊന്നും കാണില്ല, അതിങ്ങനെ വെറുതെ ഇട്ടിട്ട് അങ്ങനെ ഇരിക്കുക. കൊത്തണൊന്നും കാണില്ല. എന്റെ ഒരു ഐഡിയ ഉണ്ടാക്കുവോ? 100 രൂപയ്ക്ക് ബോട്ടിങ് പറയാം, എന്നിട്ട് ആ സെന്ററിൽ വന്നിട്ട് അവിടെ നിന്ന് ഇടുക. ഐഡിയ ഇപ്പൊ തന്നെ 10-100 രൂപ ചെലവായി. അതെ, ഒരു 100 കൊടുത്തിട്ടുണ്ടെങ്കിൽ സമാധാനം. അതെ അതെ, ഹാപ്പി അല്ലേ? മീനിന് തീറ്റ കൊടുക്കാൻ ഇനിയിപ്പോ മീന് കിട്ടിയാലോ? അപ്പോ ഞങ്ങളുടെ ആദ്യ ലക്ഷ്യം തന്നെ സക്സസ്ഫുള്ളി പരാജയപ്പെട്ടതായി അറിയിക്കുന്നു. എന്റെ മാത്രം കൊത്തിയുള്ളൂ. അതെ, പരല് കൊത്തി അവൻ്റെ. എന്നിട്ട് അതിനെ തിന്നാൻ കൊടുത്തു. മീനില്ല. ഈ ഡാമില് ഒന്നാമത്തെ കാര്യം മീനില്ല. ഇതാക്കുവോ? മീനില്ല. അതെ, ഞങ്ങള് വന്ന സ്ഥലം സമയവും മോശമായി പോയി. അവിടെ അങ്ങനെയൊന്നും ഞങ്ങള് തോറ്റു കൊടുക്കുന്ന ആൾക്കാരില്ല. ഞങ്ങളൊക്കെ ഒതേനന്റെ നാട്ടുകാരാ. അപ്പൊ ഞങ്ങൾ അടുത്ത ഡാമിലേക്ക് പോവാ. നമ്മൾ ഡാം മാറ്റിയില്ല, ഡാം തന്നെ വേറെ സൈഡിലേക്ക് വന്നു, സ്പോട്ട് മാറി. അങ്ങനെ ഒന്നും തോറ്റു കൊടുക്കുന്ന ആൾക്കാരല്ല ഞങ്ങള്. നിഗമനം 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 നിഗമനം. അപ്പൊ ഇന്ന് മീൻ കിട്ടിയിട്ട് ഞങ്ങള് ഇവിടുന്ന് പോവുള്ളൂ. സമയം 11:49. നമ്മള് മീൻ പിടിക്കാൻ വന്നിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. നമ്മൾ പ്രോഡക്റ്റായ കാരണം ഒന്നും ഉണ്ടായിട്ടുമില്ല. ഇന്നത്തെ ദിവസം നമ്മള് പിന്മാറി. ഇന്നത്തെ ദിവസം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെയും മീൻ പിടിക്കാൻ വരുന്നതാണ്. ഒതേനന്റെ നാട്ടുകാരായ ഞങ്ങൾ ഫുൾ സെറ്റപ്പില് ടോർക്ക് അവനെ പട്ടിക്ക് മേടിച്ച ഇറച്ചി വരെ എടുത്തിട്ട് ഞങ്ങൾ വരും മീൻ പിടിക്കാൻ. ഇതാക്കുവോ? അതെ, മയിലിറച്ചി. അടുത്ത കേസ് മയിലിനെ കൊന്ന കേസ് ആക്കൂനി. മതി അതിനിട്ടോ. അപ്പൊ ഇന്ന് മീന്. അപ്പൊ ഗായ്സ്, നമ്മൾ ബാക്ക് ടു വർക്കാണ്. ബാക്ക് ടു പൂമല ഡാം. മണ്ണിരനൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇന്ന് ബിരിയാണി മീനുകൾക്ക്. അപ്പൊ നമ്മളങ്ങനെ പിന്മാറാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടില്ല. എന്താക്കുക? നമ്മള് പിന്മാറില്ല. മീനെ കിട്ടാണ്ട് നക്കു വീട്ടിൽ പോവില്ല എന്ന് പറഞ്ഞേക്കണ. 2 മണിക്കൂറുണ്ട്, 5:30 വരെ സമയമുണ്ട് നിനക്ക്. അപ്പൊ പിന്നെ നമ്മള് ഇപ്പൊ പ്രൊഫഷണൽ ആയിട്ട് വന്നേക്കണത്. ആര്? ഞങ്ങളുടെ അവിടെ തീരുമാനൂട്ടാ. അത് നിഗാഹരിട്ടാ ഗൈസ്. നിഗാഹരി എന്ന് പറയണ നിഗാസുറ പോകുന്നതിന്റെ കുളത്തി വരികയാണ്. അതിങ്ങനെ ഇട്ടാ മതിരാ. നോക്കണേ പഠിക്കാനാ. ഇങ്ങനെ ഇട്ടാ മതി. നീ കാണിച്ചേ അങ്ങനെ ഇട്ടാ മതിയാ. കൊണ്ടുവാ. ഇത് വലിയ അപ്പനാട്ടോ നമ്മുടെ അപ്പൻ കാണിക്കണോട്ടാ. ഇതിനേക്കാളും സൂപ്പറായിട്ട് ഞാടും. വെയിറ്റില്ലടാ, വെയിറ്റില്ലെങ്കിൽ അങ്ങോട്ട് എത്തില്ല. അതറിയില്ലല്ലേ?
കല്ല് കെട്ടിയറിയണം പറഞ്ഞു കൊടുക്കടാ. ഹരിയന്റെ അപ്പന്റെ പേരെന്താന്ന് അറിയോ? ഹരിയന്റെ അപ്പന്റെ പേര് ബിജു. അക്കും മാങ്ങ പൊട്ടിക്കാൻ വന്നതാ. മാങ്ങ പൊട്ടിക്കാൻ വന്നതാ അവിടെ അടുത്ത്. ഓരോ അപ്പോ മീൻ പിടിക്കാൻ എണ്ണസംഖ്യ കൂടിയുണ്ട്. എണ്ണസംഖ്യ കൂടിയപ്പോ മീൻ കിട്ടും തോന്നുന്നുണ്ട്. ആ ചൂണ്ടയുടെ ഈരാട്ടാ കണക്ഷൻ കൊടുക്കുക. നമ്മുടെ സ്വന്തം അക്കുബ്രോ സക്സസ്ഫുള്ളി കൊളുത്ത് കളഞ്ഞു. കൊളുത്ത് നോക്കുക. ആദ്യം അക്കുവിന് കിട്ടുന്നാണ് ഇമ്മാനു പറഞ്ഞത്. ടോർക്കിന് മുന്നേ കിട്ടുന്ന പറഞ്ഞു. എന്താ ചക്കര ആര് പറഞ്ഞ? ആർക്കാ മീന് പിടിക്ക മീനെ കിട്ടി. മീൻ കിട്ടിയിട്ടില്ല. വെള്ളത്തിക്ക് വീണിട്ടില്ലടാ. ടോർക്ക് പറഞ്ഞടാ. അപ്പൊ ഉണ്ടാവടാ. വരിക്കടാ കൊളത്തില മനോ ഇജാതി വെളിപ്പ് താനടാ. ഇവിടത്തെ വെറുതെ കിട്ടും. ഇനി ഷർട്ട് ഉണ്ടാവില്ലേ? ഇനി അവിടെ ഇന്നത്തെ ഇവിടത്തെ അന്നദാനം കഴിഞ്ഞു. ഇവിടത്തെ മീനിന്റെ അന്നദാനം കഴിഞ്ഞു. ഇനി അവിടുത്തെ മീനിന്റെ അന്നദാനം. പോണ്ട നാമ ജയിച്ചിട്ടോ മാറോ. നാമ ജയിച്ചിട്ടോ ഡാ അക്വ. അതെ ഫസ്റ്റ് മീൻ. അതെ നല്ല വെള്ളിക്കട്ടൻ. നിന്നെ കൊണ്ടൊന്നും പറ്റില്ല സഹോദരാ. കഴിവുള്ളവർക്ക് കൊടുക്കൂ. അക്കു പ്രോയാട്ടാ. സ്പാനർ എടുത്ത് ഇമ്മാനൂരാൻ വെറുതെറാ. രണ്ടാമതും അക്കു കഴിവ് തെളിയിച്ചിരിക്കുന്നു. ഇമ്മാനു വായി തുറന്നറ. നമ്മളങ്ങനെ 4 മീനോട് കൂടി നമ്മുടെ 5 മീനോട് കൂടി നമ്മുടെ ദൗത്യം പൂർത്തീകരിച്ചു. 5 മീൻ. 4 ബാക്കി അക്കു 5 പിടിച്ചിട്ട് പരിപാടി കഴിച്ചിട്ടോ. ശരി ബൈ. അതെ നമ്മുടെ സ്വന്തം അക്കുബ്രോ പിടിച്ച മീൻ. 5 മീൻ പിടിച്ചിട്ടുണ്ട്. 5 മീൻ അല്ല 4 മീൻ 1 മണിക്കൂർ കൊണ്ട്. കുറച്ച് മീൻ കറി വെക്കുക, കുറച്ച് മീൻ വറുക്കുക കേട്ടാ. ക്രൂസപ്പരാ 2 മണിക്കൂർ കൊണ്ട് പിടിച്ചതാ. അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു സാധാരണ ഞായറാഴ്ച. അപ്പൊ ഇനിയിപ്പോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.